തൃശൂർ നഗരത്തിൽ കോൺഗ്രസിന്റെ പോസ്റ്റർ യുദ്ധം ആരംഭിച്ചു. DCC ഓഫീസ് പരിസരത്തും പ്രസ് ക്ലബ് റോഡിലും പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നു. രാജൻ പല്ലനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം. ശ്രീജിത്ത് ശ്രീകുമാരൻ ഈ പോസ്റ്ററിന്റെ വിശദാംശങ്ങൾ വായിച്ചിരുന്നു. ശ്രീജിത്ത്, പറയൂ, പോസ്റ്റർ യുദ്ധമാണ് ഇപ്പോൾ ഒരു ആയുധം. SKN സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ധാരണയായ വാർത്തകളാണ് പുറത്തു വരുന്നത്. തൃശ്ശൂരിൽ TV ചന്ദ്രമോഹനെയായിരുന്നു ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. പക്ഷേ തൃശ്ശൂർ മണ്ഡലത്തിൽ രാജൻ പല്ലനെ സ്ഥാനാർത്ഥിയാക്കുക, നഗരസഭയിലെ കൗൺസിലറൊക്കെ ആയിട്ടുണ്ടായിരുന്ന രാജൻ പല്ലനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ, അത് DCC ഓഫീസ് പരിസരത്തുണ്ട്, പ്രസ് ക്ലബ് റോഡിലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രാവിലെ ഈ പോസ്റ്ററുകൾ കീറിക്കളഞ്ഞു എന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ക്രൈസ്തവ സഭകൾക്ക് ഇത്തരത്തിൽ കോൺഗ്രസിനെ സീറ്റുകൾ വിറ്റു എന്ന ആക്ഷേപമാണ് ഇതിൽ ഉന്നയിക്കുന്നത്. NSSന് സീറ്റുകൾ ഇല്ല എന്നും ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നു. ഇത് കൂടാതെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2 സ്ഥാനാർത്ഥികൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നത്. അത് ഒല്ലൂരിൽ ഷാജി കോടങ്കണ്ടത്ത് മത്സരിക്കുന്നു. തൃശ്ശൂരിൽ രാജൻ പല്ലൻ കൂടി വരികയാണെങ്കിൽ അവിടെയും ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥി തന്നെയായിരിക്കുമെന്നും അവർ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇത് പ്രമാണിച്ച് വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന് സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവിടെയും KC വേണുഗോപാലിന്റെ നോമിനിയായ വൈശാഖിന് സീറ്റ് നൽകുന്നുവെന്ന ആക്ഷേപമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നത്. എന്തായാലും വലിയ പോസ്റ്റർ യുദ്ധത്തിലേക്ക് പോകുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കളാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വിദൂരമല്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.